ഞാനിവിടെ നിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പഴംപൊരിയാണ്. കുറച്ച് പഴംപൊരി മതി. അത് കാരണം ഒരു പഴം ഞാൻ കീറി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം മൈദ വേണം. ഒരു 2 സ്പൂണ് അല്ലെങ്കിൽ 3 സ്പൂണോ ആ സ്പൂണിന് മൈദ എടുത്തിട്ട് അതിലേക്ക് 3 സ്പൂണ് മൈദ ഇടുമ്പോൾ 1 സ്പൂണ് അരിപ്പൊടിയും കൂടി ചേർത്തു കേട്ടോ. അതേ 1 സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും. അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിനകത്തേക്ക് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കുക. ഒരു നുള്ള് മതി. പഞ്ചസാര ഇടുമ്പോൾ ഒരു നുള്ളു ഉപ്പും കൂടി ഇടുമ്പോഴേ അതിൻ്റെ ആ ടേസ്റ്റ് ഒന്ന് കറക്റ്റായിട്ട് നിൽക്കുള്ളൂ. അതുകൊണ്ടാണ് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുത്തു. ഇനി നമുക്ക് അതിനകത്തേക്ക് അതും കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഒരു 3 സ്പൂൺ പഞ്ചസാര മതിയാവും. അപ്പോൾ ആ 3 സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചതൊന്ന് ബാറ്റർ ഉണ്ടാക്കിയെടുക്കാം. ബാറ്റർ ഉണ്ടാക്കുമ്പോൾ അത് ലൂസായി പോകരുത് കേട്ടോ. പിന്നെ നിങ്ങൾ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഒരു നുള്ളു മഞ്ഞപ്പൊടിയും ഇട്ട് കൊടുക്കണം. എന്നാന്ന് വെച്ചാൽ ഒരു നിറം കിട്ടണ്ടേ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് എന്നിട്ട് നമുക്കതൊന്ന് കുറുകെ കലക്കിയെടുക്കാം. നന്നായിട്ടൊന്ന് കട്ട പിടിക്കാതെ കുറുകെ കലക്കിയെടുക്കാം. അതെ, കലക്കിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ പഴം ഇട്ട് കൊടുത്തു. ഇനി ആ പഴം നമ്മൾ സ്പൂൺ കൊണ്ട് തന്നെ ഉണ്ടോ ആ അയവിൽ വേണം കലക്കിയെടുക്കാൻ. ഇല്ലെന്നുണ്ടെങ്കിൽ വല്ലാതെ ലൂസായി പോയിട്ടുണ്ടെങ്കിൽ പഴംപൊരിയുമ്മേൽ ആ ബാറ്റൻ പിടിക്കില്ല. ഒരു കവറിങ് ഉണ്ടാകുമ്പോഴത്തേക്ക് അതിനൊരു കോട്ടിങ് ഇല്ലേ, ആ കോട്ടിങ് വളരെ തിന്നായി പോകുമ്പോൾ ഒരു രസം ഉണ്ടാവില്ല. അതാ ഇങ്ങനെ വറക്കാനായിട്ട് ഇട്ട് കൊടുക്കും. ഇനി നമുക്ക് ചായ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ പഴംപൊരി പൊരിഞ്ഞ് കിട്ടി. അതിനെ ഞാൻ എടുത്ത് വെച്ച് നമ്മൾ ചായയും കൂടി ഉണ്ടാക്കുന്നുണ്ട്. ചായ കുടിച്ചാ? ചായയും പഴംപൊരിയാണ് ഇന്ന് കഴിക്കാനുള്ളത്. പഴംപൊരി എല്ലാം റെഡിയാക്കി വെച്ചു. ചായയും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കി നോക്കും. നിങ്ങളെല്ലാവരും ഉണ്ടാക്കണം അതാണെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ ഈ പറഞ്ഞതുപോലെ ഉണ്ടാക്കി നോക്കണം. എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ.